നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് വാഷി ടേപ്സ് ഡിസൈൻ ചെയ്തെടുക്കാം. എങ്ങനെയെന്നല്ലേ? അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുത്ത് വാഷി ടേപ്പിൻ്റെ തിക്നെസ് വരുന്ന രീതിയിൽ ഏകദേശം മടക്കിയെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വാഷി ടേപ്സാണ് വേണ്ടത് അത്രത്തോളം സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മളിതിനെ മടക്കിയെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡിസൈൻസ് അതിൽ സ്കെച്ച് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഏത് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാം. ഞാനിവിടെ ചെറിയ ഡിസൈൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടുലിപ്സ്, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ കുറച്ച് ലീവ്സ് ആൻഡ് ക്ലൗഡ്സ്. ഇത്രയും ഡിസൈൻസാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഡിസൈൻസ് എല്ലാം സ്കെച്ച് ചെയ്തതിന് ശേഷം ഇതിന് പുറത്തായിട്ട് നമ്മളൊരു ഇൻവിസിബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇൻവിസിബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ 2 ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്കത് റോൾ ചെയ്ത് വെക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നീട് ഇതിനൊരു മാറ്റ് ഫിനിഷും കൂടി കിട്ടും. അതിനുശേഷം നമ്മൾ ഇൻവിസിബിൾ ടേപ്സ് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് പിന്നിൽ ഫെവിക്കോളിൻ്റെ ഗം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാഷി ടേപ്സിന് റോളായിട്ട് ചുരുട്ടിയെടുക്കുക. ഇതാണ് നമ്മൾ റോളാക്കി എടുത്ത വാഷി ടേപ്സ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ടേ? അതിനായിട്ട് ഒരു വാഷി ടേപ്പ് എടുത്തിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫേമായിട്ട് അവിടെ സ്റ്റിക്ക് ആവുന്നുണ്ട്, ഫാളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റോൾ ചെയ്ത് എടുത്തു വയ്ക്കാവുന്നതുമാണ്.